70കളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് പത്രപ്രവർത്തന രംഗത്ത് മലയാളികൾ വളരെ കുറവായൊരു കാലഘട്ടത്തിൽ ദി ഹിന്ദുവിലൂടെയും ദി ഇന്ത്യൻ എക്സ്പ്രസ്സിലൂടെയും ഇംഗ്ലീഷ് പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും പതിറ്റാണ്ടുകളോളം വടക്കൻ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത സീനിയർ ജേർണലിസ്റ്റ് ശ്രീ ആർ മാധവൻ നായരാണ് ഫോർത്ത് എസ്റ്റേറ്റിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. ഈ ഒരു ആദ്യ കാലഘട്ടത്ത് ഈ ഒരു പഠനം കഴിഞ്ഞ ഉടനടി 70കളുടെ അവസാനം 77-ലാണല്ലോ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. എന്താണ് ഇങ്ങനെ പത്രപ്രവർത്തന രംഗത്തേക്ക് വരാനുണ്ടായ ഒരു പ്രേരണ? അതായത് എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നത് ആകസ്മികമായിട്ടാണ്. അതേപോലെയാണ് ഞാൻ പത്രപ്രവർത്തനത്തിൽ വന്നത്. ഞാൻ പഠിച്ചിറങ്ങിയ കാലത്ത് സാധാരണ ഒരു MA ലിറ്ററേച്ചർ പഠിച്ച ആൾ ചെയ്യുന്നത് ഒരു കോളേജിലോ എവിടെയെങ്കിലും അധ്യാപകനായിട്ട് പോവുക. പക്ഷേ ആ വർഷങ്ങളിൽ പൊതുവേ റിക്രൂട്ട്മെൻറ്റൊക്കെ വളരെ കുറവായിരുന്നു കോളേജുകളിൽ. പിന്നെ ഭയങ്കരമായിട്ട് കോഴ വാങ്ങിച്ച് വിരളമായിട്ട് നടക്കുന്ന ഇത് കോഴ വാങ്ങിച്ചുമൊക്കെയായിരുന്നു. അപ്പം അന്ന് അങ്ങനെ കോഴ കൊടുത്ത് ജോലി വാങ്ങിക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മിക്കവരും ജീവിച്ചിരുന്നത്. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഈ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതും ജേർണലിസ്റ്റുകളെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് തോന്നി. കാരണം നമ്മൾ പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ്, നമ്മുടെ എത്രത്തോളം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കഴിവുണ്ട്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ അപ്ലൈ ചെയ്തതാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുകയും അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തിരുവനന്തപുരത്തെ ചീഫ് ഓഫ് ബ്യൂറോ ആയിരുന്ന ശ്രീ അനന്തരാമൻ സാർ, അദ്ദേഹം ആണ് നമ്മളെ ഒരുപാട് വളരെ റിഗറസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവും ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ കൊച്ചിയിൽ വെച്ചുണ്ടായിരുന്നു. അന്ന് അവിടെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തത് ഓസ്ട്രേലിയയിലും തായ്ലൻഡിലുമൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു ശ്രീ നീലകണ്ഠ് എന്ന് പറഞ്ഞൊരു സീനിയർ ജേർണലിസ്റ്റായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്കൊരു ജോലി കിട്ടിയപ്പോൾ അതിനൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷനായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അന്ന് എമർജൻസിക്കെതിരെ പടപൊരുതിയിരുന്ന സമയമാണ്. അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു വലിയൊരു ജനസമ്മതി ഉണ്ടായിരുന്ന സമയമാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആ ജോലിയോട് ഒരു വളരെ സംതൃപ്തി കിട്ടി. അതിൽ ഇപ്പം വർക്കിംഗ് എൻവയോൺമെൻറ്റ് അത്ര നല്ലതായിരുന്നില്ലെങ്കിലും ഓഫീസ് അത്ര ഭംഗിയായിരുന്നില്ലെങ്കിലും ഇപ്പം സാലറി തന്നെ അത്ര മികച്ചതായിരുന്നില്ലെങ്കിലും നമുക്കുള്ള ജോലിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ അത് നമ്മുടെ പ്രായത്തിൻ്റെയാണ് കുറേയൊക്കെ. അതിൽ നമുക്ക് വളരെയധികം സംതൃപ്തി ലഭിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായ പല യുവ പത്രപ്രവർത്തകരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നല്ല അക്കാഡമിക് റെക്കോർഡുള്ളവരും നല്ല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുമൊക്കെയായിരുന്നു. അപ്പം നമ്മളെല്ലാമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇത്രയൊരു വൈബ്രൻ്റ് ഒരു പേപ്പറായിട്ട് അതിപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം അതിലുള്ള ആറ്റ്മോസ്ഫിയറാണ്, ജോലി ചെയ്യാനുള്ള ഫ്രീഡം. പിന്നെ അന്ന് എന്ത് എഴുതിയാലും ആ പ്രായത്തിൽ ഒരു പേരൊക്കെ പേപ്പറിൽ വരിക എന്നുള്ളത് വലിയ ഒരു ത്രില്ലാണ് ഇംഗ്ലീഷ് പേപ്പറിൽ. പിന്നെ പൊതുവേ റെക്കഗ്നിഷനാണ്. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇംഗ്ലീഷ് പേപ്പറിൽ ജോലി ചെയ്യുന്ന ആൾ അയാളെ സമൂഹത്തിൽ കുറച്ചൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ അംഗീകരിക്കുന്ന കാലമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിലേക്ക്. ഏത് വയസ്സിലാണ് ഈ? അന്ന് 22ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. കൊച്ചിയിലായിരുന്നു അന്ന് നിയമനം ഉണ്ടായിരുന്ന. അന്ന് അങ്ങനെ കുറേ നാൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് ഇങ്ങനെ മാറുമല്ലോ. നമ്മൾ കുറേ നാൾ നമുക്ക് ജോലിയിൽ മാത്രം താല്പര്യം, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഭാവി ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ നല്ലൊരു സേവന വേതന വ്യവസ്ഥകൾ എന്നൊക്കെ പറയുന്നതൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുകയും കൂടുതൽ കംഫർട്ട്സ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറാൻ നോക്കുകയും അന്ന് അതിനൊക്കെ സാധ്യത കുറവായിരുന്നു. പക്ഷേ അന്ന് ഹിന്ദുവിൽ അങ്ങനെ
ഒരെണ്ണം വന്നപ്പോൾ അവർ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ ഞാൻ സബ് എഡിറ്റർ ആയിരുന്നെങ്കിലും ചില നല്ല റിപ്പോർട്ടിംഗ് അസൈൻമെൻറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൽ ഒരെണ്ണം എനിക്ക് ഓർമ്മയുള്ളത്, അന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് യാട്ടുകൾ, ഈ നൗകകൾ, കളി നൗകകൾ കൊച്ചിൻ പോർട്ടിൽ വരും. ഒരു സീസണിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ആ കൊച്ചിൻ പോർട്ടിൽ മുഴുവൻ ചെറിയ നൗകകളായിരിക്കും, ഭയങ്കര കളർഫുൾ ഫ്ലാഗ്സ് എല്ലാം ഉള്ളത്. പക്ഷെ അതിൽ സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളുണ്ടായിരുന്നു, അതായത് ഡ്രഗ് സ്മഗ്ലേഴ്സ്. അങ്ങനെയുള്ള ഒരു വലിയ ഡ്രഗ് സ്മഗ്ലറെ കുറിച്ച് ഞാൻ അയാളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടായി. അയാളെക്കുറിച്ച് ആദ്യം ഒരു റിപ്പോർട്ട് വന്നു, പക്ഷേ അയാൾ പേപ്പറിനെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് നമ്മുടെ അന്ന് എഡിറ്റർ BG വർഗീസ് ആയിരുന്നു തോന്നുന്നു, അദ്ദേഹം ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു, ഇതിലെ മെയിൻ അക്യൂസ്ഡിന്, ഒരു ഓസ്ട്രേലിയക്കാരൻ. അപ്പോൾ അയാളെ ഞാൻ ഒറ്റയ്ക്ക് പോയി. അയാൾ ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ അയാളെ ഇൻ്റർവ്യൂ ചെയ്തതൊക്കെ നമ്മുടെ ഫ്രണ്ട് പേജിൽ. അയാൾ ഇന്നസെൻ്റ് ആണ്, അയാളെ വേറൊരു ഓസ്ട്രേലിയൻ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കപ്പലിൻ്റെ അടിയിൽ, വെള്ളത്തിനടിയിൽ തൂക്കിയിടും. അപ്പോൾ പോലീസ് പിടിക്കാൻ വരുമ്പോൾ അവർ വെട്ടിക്കളയും. അപ്പോൾ അതങ്ങ് ഫ്ലോട്ട് ചെയ്ത് പോകും. അപ്പോൾ കപ്പലിൽ നിന്ന് കിട്ടില്ല. അങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള ട്രിക്സ് എല്ലാം അന്ന് ഉപയോഗിച്ചത്. ആദ്യത്തെ അസൈൻമെൻ്റ് ആയിരുന്നു. അതൊരു മേജർ അസൈൻമെൻ്റ് ആയിരുന്നു അന്ന് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ ഒരെണ്ണമാണ് വൈപ്പിൻ ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ ഞാനും അവിടെ മെയിൻ റിപ്പോർട്ടിങ്ങിലും ഉണ്ടായിരുന്നെങ്കിലും സൈഡ് ലൈറ്റ്സ് ഒക്കെ എഴുതാൻ നമ്മൾ എഴുതിയതും ഒക്കെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സബ് എഡിറ്റർ ആയിരുന്നെങ്കിലും അന്നാണ് ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊക്കെ കേരളത്തിൽ പതുക്കെ വരാൻ തുടങ്ങുന്നു എന്ന് പൊതുജനം അറിയുന്നത്. കുട്ടികളില്ലെങ്കിലും വേറെ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസെമിനേഷൻ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആദ്യമായിട്ടൊക്കെ എഴുതിയതിൽ ഒരാൾ ഞാനാണ് ആ സമയത്തൊക്കെ. പക്ഷെ അതൊക്കെ പഴയ കഥകളാണ്. ഇപ്പോൾ ഈ 77-ലാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നത്. പിന്നീട് 84-ൽ ദി ഹിന്ദുവിൽ നോർത്ത് കേരള കറസ്പോണ്ടൻ്റായി കോഴിക്കോട്ട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ മലയാള പത്രപ്രവർത്തനം കേരളത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഇംഗ്ലീഷ് പത്രപ്രവർത്തകർക്ക് ഈ മേഖലയിലേക്ക് എത്തിച്ചേരാൻ എന്തെങ്കിലും പ്രയാസം, അങ്ങനെയുള്ളൊരു എന്തായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ? ഇല്ല, കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആപ്പാടെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇവിടെയൊക്കെ വരുന്നത് ഒരു ഹിന്ദുവാണ്. ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞാൽ അതിൽ തന്നെ വളരെ ലിമിറ്റഡ് ഓപ്പണിങ്സ് ആണ്. അന്ന് ഹിന്ദുവിൽ ആപ്പാടെ 3 ഓഫീസുണ്ട്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ഇവിടെയൊക്കെ ഒരു കറസ്പോണ്ടൻറ്റ് 2 കറസ്പോണ്ടൻറ്റ് കൂടുതലില്ല. തിരുവനന്തപുരത്ത് 3 കറസ്പോണ്ടൻ്റ് എന്തോ ഉണ്ട്, കൊച്ചിയിൽ ഒരാൾ, കോഴിക്കോട് ഒരാൾ. അപ്പോൾ ഇവിടെയൊക്കെ ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സേഫാണ്, താങ്കളുടെ ഭാവിയൊക്കെ സുഖം, കംഫർട്ടബിളാണ് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും. പക്ഷേ അന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ അത് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. അങ്ങനെ കിട്ടി. ട്രിവാൻഡ്രത്താണ് ആദ്യത്തെ ഒരു ട്രെയിനിങ് അല്ല, അന്നത്തെ നമുക്ക് പ്രൊബേഷൻ പോലും ഇല്ല, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. തിരുവനന്തപുരത്തൊരു ശ്രീ KP നായർ എന്ന് പറഞ്ഞൊരു വളരെ പ്രഗത്ഭനായ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പല സ്ഥലത്തുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ. അദ്ദേഹമാണ് നമ്മളെ എടുക്കുന്നതും. അങ്ങനെയാണ് നമ്മൾ വരുമ്പോൾ കോഴിക്കോട് പോയി ജോലി ചെയ്യണം. അവിടെ ഒരു നോർത്ത് കേരള മുഴുവൻ കവർ ചെയ്യണം. നമുക്കൊരു ഓഫീസ് അറ്റൻഡർ, ഒരു ടെലിപ്രിൻ്റർ ഓപ്പറേറ്റർ, അങ്ങനെ ഒരു ചെറിയ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വീട് ഒക്കെ തരും. അങ്ങനെയാണ് 84-ൽ ഞാൻ കോഴിക്കോട്ടേക്ക് വരുന്നത്. അന്ന് ഞാനൊരു പൊളിഞ്ഞ് ഒരു ട്രെയിനിൽ, മലബാർ, അന്ന് ട്രെയിൻ തന്നെ കുറവാണ്, അതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഞാനും എൻ്റെ ഭാര്യയും പിന്നെ കുറേ റെയിൽവേ ജോലിക്കാരും ഉണ്ട്. അവരെല്ലാവരും അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ, വേറെ ആരുമില്ല. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ വോൾട്ടേജ് ഇല്ല. ഇത് വളരെ കേരളം തന്നെ അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല, എന്നാലും നല്ല സ്ഥലമാണ് കേരളം, കൊച്ചി, ട്രിവാൻഡ്രം. പക്ഷേ കോഴിക്കോട് അതിനെക്കാട്ടിലും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. രാത്രിയായാൽ വെളിച്ചമില്ല, വോൾട്ടേജ് ഒന്നുമില്ല, ഫിലമെൻ്റ് മാത്രമേ ബേൺ ചെയ്യുള്ളൂ. ടെലിപ്രിൻ്റർ ആണെങ്കിൽ വർക്ക് ചെയ്യില്ല ഈ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് 1980-കളുടെ മധ്യത്തിൽ നമ്മളിടുന്നത്. ജോലി ഔദ്യോഗിക ആവശ്യാർത്ഥം എത്തുന്നത്. അതെ. പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കോഴിക്കോട് പിന്നെ വികസിക്കുകയാണ്, മാറ്റം ഇങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഹിന്ദു
ഹിന്ദു ആ ഒരു കാലയളവിൽ വളരെയധികം ഇന്ത്യയിലുടനീളം വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി നിൽക്കുന്ന ഒരു പ്രമുഖ പത്രം എന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു ജി കസ്തൂരിയാണ് ഇതിൻ്റെ പിന്നെ തലപ്പത്തുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹം ഹിന്ദുവിൻ്റെ ഒരു പ്രത്യേക സിദ്ധാന്തത്തിനുടമയായിരുന്നു, പ്രത്യേക ബ്രാൻഡഡ് ഒരു ജേർണലിസം ഇന്ത്യയിൽ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്നത്തെ ഹിന്ദുവിലൊരു അവസ്ഥ എന്തായിരുന്നു? അത് ഇപ്പം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് ഹിന്ദുവിൽ വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഒരു പ്രൊഫഷണലായിട്ട് നോക്കുകയാണെങ്കിൽ. അതായത് ഈ ഹിന്ദുവിൽ നമ്മൾ ജേർണലിസ്റ്റുകൾ ഒരിക്കലും ഒരു സ്റ്റാർ ആവില്ല. ഹിന്ദുവിൽ നമ്മളൊരു അനോണിമസ് ബ്രാൻഡ് ഓഫ് ജേർണലിസമാണ്. നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അത് കഴിയുന്നത്ര നിഷ്പക്ഷമായിട്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഒരു സൈഡും എടുക്കുന്നില്ല, എല്ലാം റീഡർക്ക് വിടുകയാണ്. നിങ്ങളുടെ പേര് ഒരിക്കലും പേപ്പറിൽ വരില്ല. നിങ്ങൾ എത്ര വലിയ സീനിയർ ആണെങ്കിലും സ്റ്റാഫ് റിപ്പോർട്ടറിനേ വരുള്ളൂ, ബൈലൈനൊന്നുമില്ല. അപ്പം അന്ന് ഒരാൾക്ക് മാത്രമേ ബൈലൈനുള്ളൂ ഹിന്ദുവിൽ, അത് ജി കെ റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാളാണ്. അത് ഹിന്ദു എന്ന് പറഞ്ഞാൽ ജി കെ റെഡ്ഡി എന്നാണ്. മറ്റേ ജി കസ്തൂരിയെ പോലെ തന്നെ ഫേമസ് ആയിരുന്നു ജി കെ റെഡ്ഡി. കാരണം അങ്ങനെ മാത്രമേ പേര് വരുള്ളൂ പേപ്പറിൽ. അങ്ങയുടെ റൈറ്റിംഗ് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്, വളരെ ലോങ് സെൻറ്റൻസസ്. ഇന്നൊന്നും നമ്മൾ ജേർണലിസത്തിൽ ചെറിയ സെൻറ്റൻസ് ആയിരിക്കും റീഡബിൾ, അങ്ങനെയുള്ള ലോങ് സെൻറ്റൻസസ്. പക്ഷേ അങ്ങേർക്ക് അപാരമായ ഒരു സാമൂഹ്യമായ അംഗീകാരം ലഭിച്ച ജേർണലിസ്റ്റായിരുന്നു. ഇപ്പം ഹിന്ദു, ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കുലേഷനുള്ള ന്യൂസ് പേപ്പർ ഹിന്ദു ആയിരുന്നില്ല. ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യ നോർത്തിലും ഒക്കെ ആണെങ്കിലും ഡൽഹിയിൽ വരെ ഇദ്ദേഹത്തിനായിരുന്നു വലിയ സാമൂഹ്യമായിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ കിട്ടിയിരുന്നത്. അങ്ങേർക്ക് എത്രയോ യൂണിവേഴ്സിറ്റീസ് PhD കൺഫർ ചെയ്തിട്ടുണ്ട് അങ്ങേരുടെ ജേർണലിസത്തിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയായിരുന്നു. ഹിന്ദുവിൽ തന്നെ ആരും അങ്ങനെ വലുതാവാറില്ല. എല്ലാവരും നമ്മളൊക്കെ ഒരു സാധാരണ ആളുകളായിട്ട് ജീവിക്കുകയാണ്, എന്നിട്ട് ഫെയ്ഡ് ഔട്ട് ചെയ്യാണ്. അങ്ങനെയാണ് ഹിന്ദുവിൻ്റെ എൻവയോൺമെൻ്റ് എല്ലാം, വർക്കിംഗ് എൻവയോൺമെൻ്റ് എല്ലാം. പക്ഷേ എല്ലാ കംഫർട്ട്സ് എല്ലാം ഉണ്ട്. പക്ഷെ ആരും അങ്ങനെ ഷൈനിങ് ചെയ്യില്ല, ആരും സൂപ്പർ സ്റ്റാർ ആവില്ല. പക്ഷേ ഇങ്ങനെ ആ ലെവലിലൊക്കെ എത്തിയ ആളാണ്. പക്ഷേ അതിനെല്ലാം കാരണം ശ്രീ ജി കസ്തൂരി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. അദ്ദേഹമൊക്കെ ഭയങ്കര ട്രഡീഷൻസും എല്ലാം നോക്കിയിരുന്ന ആളാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേര് പേപ്പറിൽ വരില്ല. അദ്ദേഹത്തിൻ്റെ പടം മരിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണെന്ന് തോന്നുന്നു വന്നതൊക്കെ. അതിന് തൊട്ട് മുമ്പ് എന്തോ വന്നു. പിന്നെ ഹിന്ദുവിൻ്റെ ഈ പോളിസിയെ കുറച്ച് മാറിയപ്പോഴൊക്കെയാണ് വന്നത്. ഒരിക്കലും അങ്ങേരെ എഡിറ്ററായിരിക്കുമ്പോൾ വന്നിട്ടില്ല. ഞാൻ അങ്ങേരെ പോകുമ്പോൾ തന്നെ അങ്ങേരുടെ ഒരു ഫാദർ ഫിഗർ പോലെയാണ്. ഞാൻ അങ്ങേരെ കാണുമ്പോൾ തന്നെ അങ്ങേരെ അന്ന് ഇൻ്റർവ്യൂ ചെയ്തത്, എന്നെയൊക്കെ എടുക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്തത് മിസ്റ്റർ റാം, പിന്നെ ഒരു മിസ്റ്റർ രവി എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം എഡിറ്ററായിരുന്നു. പിന്നെ ഒരു ന്യൂസ് എഡിറ്ററായിരുന്ന ശ്രീ കെ നാരായണൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അങ്ങനെ തൃശ്ശൂരുണ്ടായിരുന്ന ഒരു ആളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ജി കസ്തൂരി അദ്ദേഹം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു തവണ പോയപ്പോൾ അങ്ങനെ കാണാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ചോദിക്കണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ആ രീതിയിലാണ്. അതായത് നമ്മൾ ജോലി ചെയ്യും എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിന് നമ്മളിൽ വിശ്വാസമുണ്ട്. പക്ഷേ വളരെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഗുഡ് വില്ലും അദ്ദേഹത്തിൻ്റെ ഇമേജുമാണ് ഹിന്ദുവിൻ്റെ റെപ്യൂട്ടേഷൻ റെസ്റ്റ് ചെയ്തിരുന്ന അതിലാണ്. അപ്പോൾ അന്ന് ഹിന്ദുവിൽ ന്യൂസ് താമസിച്ച് വന്നാലും ഹിന്ദുവിൽ വന്നാലാണ് ന്യൂസ് വന്നുള്ളൂ. അത് ആരെങ്കിലും മരിച്ചു എന്ന് ഹിന്ദുവിൽ എവിടെയെങ്കിലും കേട്ടാൽ ഹിന്ദുവിൻ്റെ ആൾ പോയി നോക്കും അയാൾ മരിച്ചു എന്ന്, എന്നിട്ടേ വരുള്ളൂ എന്നൊക്കെയാണ് ജോക്ക്. ആദ്യകാലങ്ങളിൽ ഇവിടെ നോർത്ത് കേരള ചീഫായി ചാർജ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഹിന്ദു കോയമ്പത്തൂരിൽ പ്രിന്റ് ചെയ്ത് ഏതാണ്ട് വൈകുന്നേരമൊക്കെയാണ് കോഴിക്കോട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു ഇവിടെ വന്ന ഉടനടി ഉണ്ടായ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്ക് ഹിന്ദു റീഡേഴ്സും നമ്മളും തമ്മിലൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. നമ്മളൊരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ന്യൂസ് ഉടൻ വായിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മനോരമയിൽ വായിച്ചു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വായിച്ചു എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വിഷമമുണ്ട്. ഹിന്ദുവിലും നമ്മളും കൂടെ അയച്ച ന്യൂസ് പറയണം. പക്ഷേ അത് പലപ്പോഴും സംഭവിക്കില്ല, കാരണം ഹിന്ദു താമസിച്ചായിരിക്കും വരുന്നത്. ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി അവിടെയൊക്കെ ട്രാഫിക് ജാമിലൊക്കെ പെടും. അപ്പം നമുക്ക് ചിലപ്പോൾ അന്ന് ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല, ഒരു ദിവസം ലേറ്റായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇതൊന്നും ഹിന്ദുവിൻ്റെ സർക്കുലേഷനെയോ ഹിന്ദുവിൻ്റെ റെപ്യൂട്ടേഷനെയോ അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഹിന്ദുവിന് അതിൻ്റേതായ ഒരു വളരെ ലോയലായിട്ടുള്ള ഒരു ക്ലയൻറ്റ് ടൈലുണ്ടായിരുന്നു.
അപ്പം ഹിന്ദുവിന് വന്നാൽ മതി, താമസിച്ചാണെങ്കിലും വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുമായിട്ടുള്ള ഇപ്പം സ്ഥിരം നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ന്യൂസ് സോഴ്സസിൻ്റെ അഭിപ്രായമെല്ലാം. അപ്പം ഹിന്ദുവിൽ താമസിച്ചാണ് പലപ്പോഴും ന്യൂസ് വന്നിരുന്നത്. പക്ഷേ ഇത് ഹിന്ദുവിൻ്റെ റെപ്യൂട്ടേഷനെ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല, ഹിന്ദുവിൻ്റെ ബ്രാൻഡ് ഇമേജിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഹിന്ദു ഒരിക്കലും കോമ്പറ്റീഷനിലില്ലായിരുന്നു, ഫസ്റ്റ് വിത്ത് ദ ന്യൂസ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം മനോരമയിൽ വരുന്നതിന് മുമ്പേ ഇല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരുന്നതിന് മുമ്പേ ഇല്ല. ആരുമായിട്ടും ക്രെഡിബിലിറ്റി ആയിരുന്നു, ക്രെഡിബിലിറ്റിയാണ്. അതാണ് ക്രെഡിബിലിറ്റിയാണ്. ഹിന്ദുവിൽ വന്നാൽ അതിൽ കാണും, എന്തെങ്കിലും അവർ പറയുന്നതിൽ സത്യം കാണും. അതാണല്ലോ ബോഫേഴ്സ് വന്നപ്പോഴും വാസ്തവത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇത് ശരിയല്ലേ എന്ന് തോന്നാൻ കാരണം അത് ഹിന്ദുവിൽ വന്നു ഒരുപാട്. ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പം വോൾട്ടേജ് ക്ഷാമത്തെക്കുറിച്ച്, അതുപോലെ ടെലിഫോൺ ലൈനിൻ്റെ കാര്യങ്ങൾ ഹിന്ദുവിൽ വന്ന വാർത്ത അടിസ്ഥാനമാക്കി ഇമ്പാക്റ്റ് വന്നു തോന്നുന്നു. അത് എന്തായിരുന്നു തോന്നുന്നു? അതെ, അതാണ് ഇതൊക്കെ നമുക്ക് അന്ന് നമ്മുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. ഇവിടെ ലൈറ്റ് ഇല്ലെങ്കിലും നമുക്കന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ന്യൂസൊന്നും അയക്കാൻ പറ്റില്ല. അപ്പോൾ ടെൽ പ്രിൻ്റർ വർക്ക് ചെയ്യില്ല, അന്ന് ഇത് മോഡമൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് എഴുതുന്നത് ഒരു ദിവസം ലേറ്റായിട്ട് വന്നെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ന്യൂസ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ സർവീസിൻ്റെ ഇൻഎഫിഷ്യൻസിയെക്കുറിച്ച് എന്തോ ചെറിയ ഒരു ന്യൂസ് വന്നേ ഉള്ളൂ. പിറ്റേ ദിവസം ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്താണ് ലൈനിലുള്ളത്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ സിസ്റ്റം മുഴുവൻ വീക്കാണ്, അതുകൊണ്ടാണ് പറ്റുന്നത്, പക്ഷേ ഞങ്ങൾ കഴിയുന്നത്ര നിങ്ങൾക്കുള്ള സപ്ലൈ ശരിയാക്കി തരാൻ നോക്കാം. അപ്പം ഇമ്പാക്റ്റ് പെട്ടെന്നാണ്, ട്രിവാൻഡ്രത്തൊക്കെ എത്തും ഈ ന്യൂസ്. ഇപ്പോഴാണ് ഈ ലോക്കൽ എഡിഷൻസ് ഒക്കെ വരുമ്പോൾ കോഴിക്കോട് മാത്രമേ, കല്ലായിപ്പുഴ വരെ മാത്രമേ വരുള്ളൂ, ഇല്ലെങ്കിൽ പാലക്കാട് അങ്ങനെ വരുള്ളൂ. അപ്പം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അന്ന് വാർത്ത വരുന്നത് കുറവായിരുന്നെങ്കിലും കേരളത്തിലുടനീളം വരികയും അതിന് ഇമ്പാക്റ്റ് കൂടുതലും ആയിരുന്നു. അപ്പം ആ രീതിയിലായിരുന്നു ഹിന്ദുവിൻ്റെ പ്രാധാന്യത, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഹിന്ദു വളരെ സീരിയസ് ആയിട്ട് ഈ ഡിസിഷൻ മേക്കേഴ്സ് എടുത്തിരുന്നത്. ഈ തീരുമാനം എടുക്കുന്ന ആളുകൾ